ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പയിലൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു ചോക്ലേറ്റ് ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു പാത്രത്തിൽ, വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് ഒരു 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് അടുപ്പിൽ വെച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് നല്ലോണം മെൽറ്റ് ആക്കി എടുക്കാനായിട്ടാണ്. നല്ലോണം വെള്ളം ചൂടാകട്ടെ. നല്ലോണം വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ചോക്ലേറ്റ് ഇതിൻ്റെ മേലിലേക്ക് വെക്കാം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം. അപ്പോൾ വെട്ടി തിളയ്ക്കുന്നിടം വരെ തീ നല്ലോണം വെച്ച് വെക്കുക. തീ വെട്ടി തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക. ഈ ചൂടിൽ ഇത് നല്ലോണം മെൽറ്റായി കിട്ടും. ഇപ്പം തന്നെ ഇത് കണ്ടോ മെൽറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ ഇടണം. നമ്മുടെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് വെച്ചതായിരിക്കണം കേട്ടോ. തണുത്തതൊന്നും ഇടല്ലേ. നമുക്ക് 1/4 കപ്പ് ബട്ടർ ഇതിലേക്ക് ഇടാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. തീ ഓഫ് ചെയ്തിടാൻ മതി. ഈ ചൂടിൽ ഇത് നല്ലോണം ഉരുകിക്കോളൂ. ഇത് കണ്ടോ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റി വെക്കാം. ബേക്ക് ചെയ്യാൻ വേണ്ടി അടുപ്പയിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പഴയ പാത്രം വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അതുപോലെ ചതുരപാത്രം ആയതുകൊണ്ടൊരു ഇതുപോലത്തെ ഒരു പാത്രം കൂടെ വെക്കുവാണ്. വെച്ച ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ചെറിയ തീ ഇട്ടാൽ മതി. നമ്മൾ അപ്പോഴത്തേക്ക് ബാറ്റർ എല്ലാം തയ്യാറാക്കിക്കൊണ്ട് വരട്ടെ. അപ്പം ചെറിയ തീയെ ഇതൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, നമ്മൾ 250 ml കപ്പിന് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. നല്ലോണം പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട ഇതിലേക്ക് ഈ പഞ്ചസാരയിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാവേ. 2 മുട്ട. നമുക്കൊരു 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഒത്തിരി നേരം ഇട്ട് അടിക്കല്ലേ, പെട്ടെന്നൊരു സെക്കൻഡിൽ അടിച്ചുകൊണ്ട് വരാം. ഈ ബ്രൗണി എന്ന് പറയുന്നത് ഒത്തിരി നമ്മൾ കേക്ക് പോലെ നല്ല സ്പോഞ്ച് അല്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊന്ന് അടിച്ചെടുത്തുണ്ട്. ഇതുപോലെ അടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മൈദ ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. മുട്ട അടിച്ചതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എല്ലാം വെള്ളമില്ലാത്തതാണ്. ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 കപ്പ് മൈദ ആദ്യം ഇടുക. ബേക്കിംഗ് സോഡ വേണ്ട, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. നമ്മളിതിന് സോഡ ഒന്നും ചേർക്കത്തില്ല, ബേക്കിംഗ് സോഡയൊന്നും, പൗഡർ മാത്രം. 1 കപ്പ് മൈദ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇനി 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇടണം കേട്ടോ. 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ. ബ്രൂവിൻ്റെ പൊടിയില്ലേ, 5 രൂപയുടെ പാക്കറ്റ് മേടിക്കുന്ന നമ്മൾ, അതിനകത്തുനിന്ന് ശകല 1/2 ടീസ്പൂണ്. അപ്പോൾ ബ്രൂവിൻ്റെ പൊടിയും കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു ഉപ്പ്, ഒരു നുള്ളുപ്പ് എന്നിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതിയേ. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ 3 പ്രാവശ്യം ഒന്നും അരിക്കേണ്ട, ഒരു പ്രാവശ്യം ഒന്ന് തെള്ളി ഇതിലേക്ക് ഇടാം. എന്നിട്ട് നല്ലോണം ഒന്ന് വിസ്കൊണ്ട് നല്ലോണം ഒന്ന് നമുക്ക് എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ചൂട് നല്ലോണം ആറിയ ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ചോക്ലേറ്റും ബട്ടറും കൂടെ ഉള്ള മിക്സ് മൊത്തം ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രേ ഉള്ളൂ പരിപാടി. നമുക്ക് ഇനി ഇതിനകത്തോട്ട് കശുവണ്ടിയൊക്കെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിടാം. ചോക്കോപ്പ് ചിപ്സ് ഉണ്ടെങ്കിൽ അതിടാം, എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അതൊക്കെ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പം ഇച്ചിരി കശുവണ്ടി ഇച്ചിരി ഒന്ന് കൃഷി ചെയ്തിടുന്നുണ്ട്. ഇതേ പരുവത്തിലാണ് വേണ്ടത്. കണ്ടോ, ഈ പരുവം. കേക്കിനെ പോലെ ഒത്തിരി ഇതായിട്ട് വേണ്ട, ഇങ്ങനെ തിക്കായിട്ടിരിക്കണം. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ചോക്കോപ്പ് ചിപ്സ് ഇടുന്നുണ്ട് കേട്ടോ. കേക്കിന് വേണ്ടി മേടിച്ചതാണിത്. അപ്പോൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ഇടുന്നു. അതുപോലെ തന്നെ ഇച്ചിരി കശുവണ്ടി ഒന്ന് മിക്സിയിലൊന്ന് കൃഷി ചെയ്തിടും. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലൊരു ചതുരപാത്രമാണ്. ഞാൻ ഇച്ചിരി ബട്ടറൊക്കെ തൂത്ത് ഇപ്പുറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിക്കാം. ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമുക്ക് ഇത് നല്ല കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാ മൂലയിലോട്ടും ഒന്ന് ശരിക്കും ഒന്ന് ഇതാക്കണം കേട്ടോ. ഇനി നമുക്ക് 4 മൂലയിലും ഡെയറി മിൽക്കിൻ്റെ ഓരോ ചോക്ലേറ്റാണ് ഞാനിങ്ങനെ വെക്കുന്നത്.
അത് നമ്മൾ കഷ്ണമായിട്ട് മുറിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഞാനിങ്ങനെ ഓർഡർ പറയുന്നവർക്ക് ഇതൊക്കെ വെച്ചാണ് ഇങ്ങനെയൊക്കെ വെക്കാൻ പറയുമ്പോൾ അതൊക്കെ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പം ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, മറ്റേ സാധാരണ പോലെ ഇത് അന്നൊന്നിട്ടൊന്ന് മൂടി വെക്കണം 4 മൂല. എന്നിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റാണത്. പ്രീ ഹീറ്റ് ചെയ്ത് കിടക്കുവാണ്, നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ലോണം പ്രീ ഹീറ്റ് ചെയ്ത് കിടക്കുവാണ്. നമുക്ക് അതിലേക്കൊന്ന് ഇത് വെക്കാം. വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നേരം മീഡിയത്തിൽ തീ വെച്ച് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കണ്ടതേ മുമ്പ് ഇച്ചിരി നമ്മൾ പൊടിച്ചതിൻ്റെ ബാക്കി കൃഷി ചെയ്തതിൻ്റെ ഇച്ചിരി കശുവണ്ടി ഉണ്ടായത് മേളിലോട്ടൊന്ന് ഇടാവേ. നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് ഇതിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മൂടി 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തീ സിമ്മേലിടണം. എന്നിട്ട് നമുക്ക് 30 മിനിറ്റ് കഴിയുമ്പം ഇത് വേകും. 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കണം വെന്തോ ഇല്ലയോ എന്ന്. അത് കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും. 30 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാവേ. കണ്ടോ? ഇനി നമ്മൾ ഒരു 10 മിനിറ്റും കൂടെ തീരെ കുറച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ബേക്ക് ചെയ്യണം. ഇപ്പം നമുക്ക് നമുക്കൊന്ന് കുത്തി നോക്കാം. ഇപ്പം വെന്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റും കൂടെ തീരെ തീ കുറച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം കറക്റ്റ് വേവാവും. വെന്ത് കഴിഞ്ഞിട്ട് 5-10 മിനിറ്റും കൂടെ തീരെ ലോയിൽ കൊണ്ടിട്ടിട്ട് എടുത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് നല്ലോണം വെന്തെടുത്തിട്ടുണ്ട്. നമുക്ക് നീ തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കാം. നല്ലോണം ആയിട്ടുണ്ട് കണ്ടോ. ഇത് അടുപ്പേ വെച്ച് എടുത്തതാണ്. നല്ലോണം ആറിക്കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്താൽ ഈ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാനിത് മുറിക്കാനായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. നമ്മുടെ കേക്ക് പോലെ സോഫ്റ്റ് അല്ല ഇത്, അതറിയാമല്ലോ ബ്രൗണി. നമ്മളിത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി ചോക്ലേറ്റ് ഗണാശം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് ഒഴിച്ച് നമുക്ക് ഇതാക്കാം. ഇങ്ങനെ മുറിച്ചെടുക്കണേ. കണ്ടോ, അടുത്ത കഷ്ണങ്ങളെ കാണിക്കാവേ. ഇതുപോലെ എല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്ത് പ്ലേറ്റിലോട്ട് വെക്കാവേ. കണ്ടോ, പാത്രത്തിലൊന്നും അടിക്കൊന്നും പിടിക്കാൻ പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. ഞാനിത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ വെച്ച ചോക്ലേറ്റ് കണ്ടോ. ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെ. ഇത് ഡെയറി മിൽക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിരുന്ന അങ്ങനെ എല്ലാത്തിനകത്തും ഉണ്ട് കേട്ടോ. 3-4 കഷ്ണത്തിനകത്ത് അങ്ങനെ ഉണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയും കഷ്ണങ്ങൾ കിട്ടി കേട്ടോ. ഇത് ഒരു കഷ്ണത്തിനൊക്കെ എത്ര രൂപയാണെന്നറിയാം ബേക്കറിയിൽ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ മിക്സിക്കകത്തുണ്ട് അടിച്ച് ഗ്യാസ് അടുപ്പ് വെച്ച് നമ്മൾ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണിയാണ്. അപ്പം ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ഇച്ചിരി ചോക്ലേറ്റ് ഗണാശം, ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയതിന് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, ചോക്ലേറ്റ് ഉരുക്കിയിട്ട് ഇച്ചിരി വിപ്പി ക്രീം ഇട്ടതാണ്. അപ്പം നമുക്ക് ഞാൻ ഈ കൂടിനെടുത്തിട്ട് ശകലം ഇങ്ങനെ ഒഴിച്ചിട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇച്ചിരി ചോക്ലേറ്റ് ഒഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.